ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അച്ഛൻ. കാരണം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വിക്രമിന്റെ സ്വഭാവം ശരിക്കും നിനക്കറിയാം. അവനൊരു ഗുണ്ടയാണ്. അവനേതോ ഒരു കയ്യബദ്ധത്തില് ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിപ്പോയി. അതും പറഞ്ഞുകൊണ്ട് നീ ഇപ്പൊ ആ പെൺകൊച്ചിനെ അകത്തേക്ക് വിളിച്ച് കയറ്റിയിരിക്കുകയാണ്. ഇത് നിന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു പെൺകുട്ടീനെ ആ ഗുണ്ടകൾ മുഴുവനും ദ്രോഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എങ്ങനെ അത് സഹിക്കാനായിട്ട് പറ്റും? വഴി പോയ ഒരാളെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലും ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിപ്പോ എന്താണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്നറിയാം. നീ ഉപകാരങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ആ ചെയ്യുന്ന ഒരാൾ നിന്റെ സ്വന്തമാണെന്ന് നീ ഒരിക്കലും കരുതാനായിട്ട് പാടില്ല. അങ്ങനെ കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ ജീവിതമായിരിക്കും പോകാനായിട്ട് പോകുന്നത്. പിന്നെ വിക്രത്തിന്റെ തലയിൽ തന്നെയായിരിക്കും ആ പെങ്കൊച്ച്. വിക്രമിനെ പോലൊരു ആളെ ഒരിക്കലും ഭർത്താവായിട്ട് സ്വീകരിക്കാനായിട്ട് കൊള്ളില്ല എന്ന് നിനക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടവും തോന്നുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നീട് ഈ അമ്മയുടെ മകനാണെങ്കിൽ പത്രവും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം മൂത്ത മരുമകൾ വന്നിട്ട്, ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളോട്. ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേട്ടുണ്ടായിട്ടാണ്? എന്തിനാണ് ആ പെണ്ണിനെ വീട്ടിൽ വിളിച്ച് വരുത്തിയത്? അതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ കണ്ടതല്ലേ ഗുണ്ടകൾ മുഴുവനും ആ പെണ്ണിനെ ദ്രോഹിക്കാനായിട്ട് വന്നത്. അപ്പൊ പിന്നെ അകത്തേക്ക് വിളിച്ച് വരുത്താതെ? അല്ലെങ്കിൽ നമ്മുടെ തലയിലാവില്ല. എന്ത് തലയിലാവുമെന്ന്? അല്ലെങ്കിലും ഇങ്ങോട്ട് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഒരു പെണ്ണിനെയും കൂടി ചെലവ് കൊടുക്കാനായിട്ട് അതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? അല്ല, ആ പെണ്ണിന് എന്ത് ചെലവ്? നമ്മളല്ലേ ഈ വീട്ടിലെ ചെലവുകളൊക്കെ നോക്കുന്നത്. അല്ല, നമ്മളെന്ത് ചെലവ് നോക്കുന്നു? നമ്മളങ്ങനെ കൂടുതൽ ചെലവൊന്നും നോക്കുന്നില്ലല്ലോടി. ആര് പറഞ്ഞു? നമ്മൾ ചിലവൊക്കെ നോക്കുന്നുണ്ട്. പകുതി പൈസയൊക്കെ നമ്മളാ കൊടുക്കുന്നത് ഇവിടെ. ആ ഒരു പങ്ക് പറ്റാനായിട്ട് വേറൊരാൾ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആ പെണ്ണിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താകണം, അല്ലെങ്കിൽ ശരിയാവില്ല. വിക്രത്തോട് നമുക്ക് കാര്യങ്ങളെല്ലാം വിളിച്ച് പറയണം. എങ്കിൽ പിന്നെ നീ തന്നെ വിളിച്ച് പറ. എന്നിട്ട് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പറ. ശരി, ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഈ മരുമകളാണെങ്കിൽ നേരെ വിക്രത്തെ വിളിക്കുകയാണ്. വിക്രം, നീ ഇത് എവിടെയാ? വിക്രം, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല? എന്താ എടുത്തി എന്താ പറയുന്നത്? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ വലിയൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെ മനസ്സങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്താ? അവള് പോയോ? അവള് പുറത്തേക്ക് പോയോ എന്ന് ചോദിച്ചപ്പോഴേക്കും കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ വിക്രം. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക്. അപ്പൊ മനസ്സിലാവും ഇവിടെ ആരാണ് പോയത്, ആരാണ് പോകാത്തത് എന്നൊക്കെ ശരിക്കും മനസ്സിലാവും വിക്രം. ഇത് കേട്ട വിക്രത്തിനാണെങ്കിൽ ആകെ ടെൻഷൻ. ഇതെന്താ ചേച്ചി ഇങ്ങനെ പറയുന്നതൊക്കെ ചിന്തിച്ച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മ നേരെ വേദയ്ക്ക് വന്ന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് അവളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. കിടന്ന് ഉറങ്ങിക്കോ മോളെ, നിനക്ക് ക്ഷീണമല്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കുഴപ്പമില്ല അമ്മേ, ഏതായാലും അമ്മ എന്നെ വീടിനകത്തേക്ക് കയറ്റിയല്ലോ, അത് തന്നെ മഹാഭാഗ്യമാണ് മോളെ. ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ. വിക്രമിന് ഏതോ ഒരു കയ്യബദ്ധം പറ്റിയതാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതും വെച്ചുകൊണ്ട് അവനെ പോലൊരു ഗുണ്ടയോടൊപ്പം ജീവിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് മോളെ. നീ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ലപോലെ ചിന്തിച്ചിട്ട് നീ നാളെ തന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്ക്. അതായിരിക്കും നിന്റെ ഭാവിക്ക് നല്ലത്. ഇത് കേട്ട വേദയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചിന്തിച്ചേ അമ്മേ, ഇതെല്ലാം ദൈവനിശ്ചയമാണ്. കാരണം ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ അമ്മേ അവിടെ നടന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിക്കണ്ടേ? ഇതെല്ലാം ദൈവനിശ്ചയമല്ലേ. വിക്രത്തിന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടായിരിക്കും ആ സമയത്ത് വിക്രം വന്നതും വിക്രത്തിന് എൻ്റെ കഴുത്തില് താലി കെട്ടാൻ തോന്നിയതും ഒക്കെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും അതെല്ലാം ദൈവനിശ്ചയമാണ് അമ്മേ. കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എൻ്റെ മുന്നിലേക്ക് വിക്രത്തെ കൊണ്ടുവന്ന് തന്നത് ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു തീർക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം അമ്മേ. അതുകൊണ്ട് ഇതിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ലമ്മേ. മോളെ, ഈ ദൈവം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കാതെ നീ സത്യസന്ധതയിലേക്ക് വാ, റിയാലിറ്റിയിലേക്ക് വാ. എന്നാൽ മാത്രമേ നിനക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമാവുള്ളൂ. നീ എന്നിട്ട്
ഇവിടെ നിന്ന് ചിന്തിച്ചിട്ട് പോകാനായിട്ട് നോക്ക്. അമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നതും ദേ വിക്രത്തിന്റെ കൂടെ ജീവിക്കുള്ളെന്ന് പറഞ്ഞതും അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ലമ്മേ, നല്ല ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ദേ അമ്മയുടെ മകൻ ഒരു ചെകുത്താനാണെന്ന് അമ്മ പറയുന്നില്ലേ? ആ ചെകുത്താനെ എന്തുകൊണ്ട് അമ്മ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാത്തത്? ഓടിക്കാനായിട്ട് പറ്റില്ലല്ലേ അമ്മേ? കാരണം രക്തബന്ധം, ആ ഒരു ബന്ധമുള്ളത് കൊണ്ടല്ലേ ആ മകൻ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത്. എനിക്ക് മനസ്സിലായമ്മേ കാര്യങ്ങള്. അതേപോലെ തന്നെയാണ് ഈ താലിബന്ധം. ആ താലിബന്ധത്തിൽ നിന്ന് തന്നെയല്ലേ അമ്മേ ഓരോ രക്തബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ. ഇതെല്ലാം നിശ്ചയിക്കുന്നത് ദൈവം തന്നെയല്ലേ അമ്മേ. അപ്പോ നമ്മൾ ദൈവത്തിന്റെ രീതിയിൽ അനുസരിച്ചല്ലേ പോകേണ്ടത്. അമ്മയുടെ മകന്റെ സ്വഭാവം മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് അമ്മയുടെ മകന്റെ ജീവിതത്തില്. പിന്നെ വിക്രത്തിന്റെ അമ്മ എന്റെയും കൂടി അമ്മയല്ലേ. പിന്നെ എന്നെ മരുമകളായിട്ട് സ്വീകരിക്കണോ വേണ്ടേ എന്ന് അമ്മയാണ് തീരുമാനിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് വേദ നേരെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അമ്മയുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വേദയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ ഇങ്ങനെ കൈ പിടിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനാണ് ചിന്തിക്കുന്നത്. വന്നിരിക്കുന്ന ആളെ സ്വന്തമായി കരുതരുത്. അങ്ങനെ കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതമായിരിക്കും പോകാനായിട്ട് പോകുന്നത് എന്ന് അച്ഛൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വീണ്ടും കൈ പിന്നോട്ട് വലിക്കുകയാണ്. അമ്മ അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യാണ്. വേദയ്ക്ക് വല്ലാത്ത സങ്കടവും തോന്നുകയാണ്. പിന്നീട് ഈ മകനും മരുമകളും കൂടി പുറത്തിരിക്കുകയാണ്, വിക്രം വരുന്നതും കാത്തുകൊണ്ട്. അപ്പൊ വിക്രം പെട്ടെന്ന് തന്നെ ബൈക്കിലെത്തുകയാണ്. അപ്പൊ വിക്രം ചോദിക്കണം, എന്താ പ്രശ്നം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അവള് പോയോ, അവളിവിടെയെങ്കിലും കാണാനില്ലല്ലോ, രക്ഷപ്പെട്ടു, ഏതായാലും ആ മാരണം പോയോന്നോ, നീ അകത്തേക്ക് കയറി നോക്ക് വിക്രം, എന്നിട്ട് മതി കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, നീ ചെന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം നേരെ അകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വേദ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ വിക്രത്തെ കണ്ടപ്പോഴും കാണാത്ത ഭാവത്തിൽ ഇങ്ങനെ നടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ വിക്രത്തിന് അരിശം വന്നിട്ട്, നിന്നോട് ആരാ പറഞ്ഞ അകത്തേക്ക് കയറാനായിട്ട്, എണീക്കടി, നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ഇവിടെ കയറിയിരിക്കാനായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വരികയാണ്, ഞാനാണ് അവളെ വിളിച്ച് ഈ വീടിനകത്തേക്ക് കയറ്റിയത്. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടുണ്ടായിട്ടാണ് അമ്മ എന്തിനാ അവളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്? നമുക്ക് വല്ല കാര്യം ഉണ്ടായിട്ടാണ്, അവള് പോകൂലായിരുന്നു അവളുടെ പാട് നോക്കി. ദേ വിക്രം, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇവിടെ എന്താന്ന് നിനക്ക് അറിയാവോ നടന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കൂടെ എന്താ നടന്നത്? അപ്പോഴേക്ക് അച്ഛൻ വരികയാണ്. അപ്പൊ അച്ഛൻ വന്ന് പറയാണ്, ഇന്നേ വരെ എന്നെ ഇവിടെ കാണാൻ വന്നിട്ടുള്ളത് ഞാൻ പഠിപ്പിച്ച ആൾക്കാരും പിന്നെ ഞാൻ പഠിപ്പിച്ച് വലിയ ഉദ്യോഗം കിട്ടിയ സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണാൻ വരുന്നത് ഗുണ്ടകൾ മാത്രമാണ്. ഇനി അത് നടക്കാനായിട്ട് പാടില്ല. ഇതില് എന്തെങ്കിലും ഒരു തീർപ്പ് ഉണ്ടായേ മതിയാവുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് വീണ് ടെൻഷൻ. അമ്മ എന്താന്ന് വെച്ചാൽ പറ, ഇവിടെ എന്താണ് നടന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ മൂത്ത മരുമകൾ ഞാൻ പറയാ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്. വേദയെ ഗുണ്ടകൾ പിടിച്ചതും എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം ഇത് കേട്ട വിക്രത്തിന് ആകെ അരിശം വരികയാണ്. അപ്പൊ വേദ പറയാണ്, ആ ഗുണ്ടകള് ഇവിടെ വന്ന് പറഞ്ഞെന്താണെന്നറിയാമോ, വിക്രം അழைച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്ന്. ദേ ഈ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണ് എന്ന് വിക്രമും പറഞ്ഞപ്പോഴേക്കും ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? അതിന്റെ ആവശ്യമില്ല, പറഞ്ഞ കാര്യങ്ങൾ മുഴുവനാ പറഞ്ഞത്. വിക്രം പറഞ്ഞിട്ടാണ് അവര് വന്നതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അല്ലേ, ഇതിനെന്തെങ്കിലും തീർപ്പ് കൽപ്പിച്ചിട്ടേ മതിയാവുള്ളൂ. നീ എൻ്റെ കൂടെ വന്നേ. എങ്ങോട്ട്? ഞാനെങ്ങോട്ടും വരുന്നില്ല, നിന്നോട് വരാനാ പറഞ്ഞത്. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, ഇവളെയും കൊണ്ട് നീ എങ്ങോട്ടാണ് വിക്രം എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ ഈ കാര്യത്തിൽ ഇടപെടേണ്ട, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഒരു കാര്യത്തില് തീർപ്പ് കൽപ്പിക്കണോന്ന്. എന്നിട്ടേ ഇനി വിക്രത്തിന് വിശ്രമമുള്ളൂ. നീ ഇങ്ങോട്ട് വാ. ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. നീ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വലിച്ചഴിച്ചോണ്ടി പോകേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കൂടെ വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇനി വിക്രത്തിന്റെ സ്വഭാവം മാറ്റണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വേദ വിക്രത്തിന്റെ ബൈക്കിൽ കയറി നേരെ പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ, ദൈവമേ ആ പെണ്ണിനെയും കൊണ്ട് എവിടെയാണ് ആ ഭാവം പോയിട്ടുണ്ടാവുക. ഇതേ സമയം തന്നെ ഒരു ഇതില് ഗുണ്ടകള് ആകെ ഗൂഢാലോചന നടത്തുകയാണ്. അവളെയും കൂട്ടിക്കൊണ്ട് വരണമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്താടാ കൈ വീശിക്കൊണ്ട് വന്നത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് പിന്നെ അവിടെ എല്ലാരും കൂടി ചേർന്ന് ഞങ്ങൾ തല്ലി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാ പിന്നെ ഞങ്ങളെ വിട്ടത്. അവനാണ് ആ വിക്രമാണെന്നൊക്കെ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരത് വിശ്വസിച്ചിട്ടുണ്ട്. നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേ വിക്രം വരുന്നു. വിക്രം അവിടെ വന്നിറങ്ങിയതും ഒരു
പെയിന്റ് ഡപ്പ എടുത്തിട്ട് ഒറ്റയേറി ഒരു ഗുണ്ടയുടെ തലയിൽ പോയി പടക്കെന്ന് പറഞ്ഞ് അടിക്കുകയാണ്. ഇവരെല്ലാരും കൂടി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു വിക്രമും അവളും കൂടി ചേർന്നിട്ട്. അപ്പോൾ വേദയെ പിടിച്ചോണ്ട് വന്നിട്ട്, അതെ നിങ്ങള് എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാനാണ് നിങ്ങളെ പറഞ്ഞയച്ചതെന്ന് ഇവളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട്. അതുകൊണ്ടാ ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ ഞാനായിട്ട് തന്നെ അത് മാറ്റി തരുത്തുന്നില്ല, ഞാൻ കൊണ്ടുവന്നല്ലോ. ഇത് കേട്ട വേദ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ദൈവമേ, എന്നെ ഈ ഗുണ്ടകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ഈ വിക്രം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വരെ വേദ ചിന്തിച്ചു. അപ്പോൾ നമ്മുടെ വിക്രം പറയാണ്, എടാ ആണായി പിറന്നവൻ ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ ഇവളുടെ ദേഹത്ത് കൈവെക്കടാ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവളുടെ ദേഹത്ത് നിങ്ങൾ ആരെങ്കിലും കൈവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാനിവിടെ നിർത്തിയിട്ട് പോകും. പിന്നെ ഞാൻ ഒന്നിനും ഒരു കാര്യത്തിനും വരാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ട ഗുണ്ടകളെല്ലാം, ഓ ഇവൻ ഇത്രയ്ക്കും വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഏതായാലും ഇവളെ തൊടണം, അത്രയല്ലേ മാത്രമേ ഉള്ളൂ. ശരി എടാ പോയി തൊടറ അവളെ. അങ്ങനെ വേദയുടെ ദേഹത്തേക്ക് ഒരു ഗുണ്ട കൈവെക്കാനായിട്ട് വരികയാണ്. കൈവെക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കൈ തിരിച്ചൊടിക്കുകയാണ് നമ്മുടെ വിക്രം. ഇത് കണ്ട വേദ ആകെ ആന്തിച്ച് കണ്ണും തള്ളി നിൽക്കുകയാണ്. കാരണം ഇത്രയ്ക്ക് സ്നേഹമുണ്ടോ തന്നോട് എന്നാണ് ചിന്തിച്ച് നിൽക്കുകയാണ്. തൊടറ എന്ന് പറയുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് വിക്രത്തെ അടിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഒറ്റൊരുത്തൻ്റെ കൈ വേദയുടെ ശരീരത്ത് പോലും തൊട്ടിട്ടില്ല. വേദയ്ക്ക് അതൊരു മഹാ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയത്. അങ്ങനെ എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കുകയാണ്. അങ്ങനെ അതിൽ വലിയൊരു ഗുണ്ട വന്ന് വിക്രത്തെയും തല്ലുകയാണ്. അപ്പോൾ വിക്രം അവിടെ വീഴുകയും ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ആ വലിയ ഗുണ്ട വന്നിട്ട് നേരെ, എടാ ഇവളുടെ ദേഹത്ത് തൊടണം, അതല്ലേ വേണ്ടത്. വിക്രം വീണു, ഇനി ഇവളുടെ ദേഹത്ത് തൊടാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഞാൻ തൊട്ട് കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗുണ്ടാത്തലവൻ ഈ വേദയുടെ ദേഹത്തേക്ക് തൊടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും വരുന്നു നമ്മുടെ വിക്രം അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട്. അവളുടെ ദേഹത്ത് തൊടാൻ പോലും ഈ ഗുണ്ടയ്ക്ക് പറ്റിയില്ല. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.